ഒരു അഡ്വാൻറ്റേജ് പോലും MRCക്ക് നമുക്ക് ഇപ്പോൾ കറന്റ് കാണാൻ ഓൾറെഡി ചെറിയ ടർഫാണിത്. അതിന്റെ കൂടെ ഷിഫ്റ്റ് ആയിട്ട് ഈ ഗെയിം ചാർലി കുട്ട അങ്ങോട്ട് കയറി ഒരു പിക്ക് അങ്ങോട്ട് എടുത്താണ് ബാക്ക് സ്റ്റാബ്. സ്റ്റോൺ ഡാമേജ് ഇല്ല പക്ഷെ വെളിയിൽ വരുമ്പോ അകത്തുനിന്ന് വെളിയിൽ നിൽക്കുന്നവർക്ക് അകത്തുള്ളവരെ അടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. MRC ഇവിടുന്ന് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. നമുക്ക് കണ്ടറിയിരിക്കുന്നു. MRC ഇവിടുന്ന് പ്രണസോട്ട് തലയിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ലൊരു അടി പുഷ് ചെയ്ത് വരുന്നുണ്ട്. റൈറ്റ് സാധിച്ചിട്ടുണ്ട്. തിരിച്ച് ഡൗൺ MRC ബ്രോക്കൺ ആയി. നല്ലൊരു പുഷ്, നല്ലൊരു ബെയിറ്റ്, അവർക്ക് ആ ഒരു പിക്ക് എടുത്തത് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ബട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന് എത്താൻ സാധിച്ചില്ല. MRCയുടെ നീ ഒന്നും മിണ്ടായിരിക്കും, അതൊന്ന് കണ്ടോട്ടോ. MRC ബ്രോക്കൺ അവിടെ KVAയുടെ ഒരു പിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാഗ് വീണ്ടും ഡൗൺ ആയിരിക്കുകയാണ്. ബാക്കിൽ നിന്നും MRC ചാർലി കയറി വരുന്നുണ്ട്. ചാർലിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യഹിയും അൾട്ടോൺ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ചാർലിനെ MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഈ ഒരു ആംഗിൾ CK അവിടെ നിര്യാതനായിരിക്കുകയാണ്. ചാർലിനെ അവരെ എവിടുന്നാണ് വീണിയത്ത്? പുള്ളി വീണിയത്ത് MRC പ്രണോസ് അതെന്തോ ബഗ്ഗായിരിക്കും. അഡ്മിൻ പ്ലീസ് കം എന്ന്. അതെന്തോ ബഗ്ഗാണ്. ചാർലിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ചാർലി നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. ഹിറ്റ്മാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അൾട്ടോൺ എഹിയ ഈ ഒരു ആംഗിൾ MRCയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാം ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണ്. ഹോക്കി അവിടെ സോൺ ഔട്ട് പോയിട്ട് ഇൻഫോ എടുത്ത് കൊടുക്കുന്നുണ്ട്. KVAക്ക് എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളൊരു ഇൻഫോ ആയിരിക്കും ഇപ്പൊ KVAക്ക് കിട്ടിട്ടുണ്ടാവുന്നത്. ഓക്കെ, MRC ചാർലി ഈ ഒരു ആംഗിൾ നല്ല ചാലിക്ക് സാധിച്ചു. പക്ഷെ അവര് തിരിച്ച് നല്ലൊരു ഈ ഒരു പൊസിഷനിലേക്ക് MRCക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയത്. അവിടെ ചാലിയുടെ സ്പോട്ട് എഹിയ നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിച്ചു. അൾട്രോൺ ക്ലോസ് പുഷ് ചെയ്യുന്നുണ്ട്. ചാർലി അൾട്രോൺ ഡൗൺ ആക്കി. ചാർലി വട്ടത്തിലെടുത്തിട്ടാണ് അടിച്ചു കളഞ്ഞു. നല്ലൊരു കവർ ഫയർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 16 മിനിറ്റ് മാത്രം ബാക്കി. സ്പോട്ട് ചെയ്തു. നല്ല ടാഗ് വരുന്നുണ്ട്. ബട്ട് തലനാരരയ്ക്ക് ജിൻസക്കായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. MRCയിലെ 3 പ്ലേയേഴ്സ് ഇവിടെ ജിൻസക്കായ് ഡ്രാഗൻ അകത്ത് കയറി അടിക്കാൻ നോക്കി. ഓരോരുത്തർ കയറി വരുന്നത്. കറന്റ്ലി MRCയുടെ 4 പ്ലേയേഴ്സ് ആണ് ലൈവായിട്ട് നമുക്ക് കറന്റ്ലി സോണിൽ കാണാൻ സാധിക്കുന്നത്. ഇല്ല എന്തുവാ ഓക്കെ, ഈ ഒരു ആംഗിൾ അവര് ജിൻസക്കായി ഇവിടെ ഇതുവഴി കയറി വരുന്നുണ്ട്. KV ആരും സ്പോട്ട് ചെയ്തിട്ടില്ല. ജിൻസക്കായി നല്ലൊരു അഡ്വാൻറ്റേജ് എടുത്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അവിടെ കളി ജയിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയത്ത് ജിൻസക്കായി ബാക്കിൽ നിന്ന് വന്ന് നല്ലൊരു സ്പ്രേ. ജിൻസക്കായി ഡ്രാഗൺ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പ്രേ ജിൻസക്കായി അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ മേ ബി ഒരു പിക്ക് എടുത്ത് കൊടുക്കാൻ സാധിച്ചേനെ.
എന്തിനാ MRC-യുടെ വാർ സ്പെക്ക് ചെയ്യുന്നു? ഞാൻ KV-യുടെ വാർ അവർ കണ്ടോണ്ടിരിക്കുന്നത്. അവരുടെ ഡേവിസ് ചെറുതായിട്ടൊന്ന് ജിൻസക്കയുടെ കയ്യിൽ നിന്ന് പോയി. KV വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഡേവിസ് കണ്ടോണ്ടിരിക്കുക. വീണ്ടും ടർഫൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി സൗമ്യമായിട്ട് സംസാരിക്കണ. ജിൻസക്കായി വേണം. ലെഗസി എത്ര പേരാണ് അടിക്കുന്നത്? ജിൻസക്കായി വീണു. MRC അലൻ കാർലോ അടിച്ചു, അൾട്രോൺ അടിച്ചു, ഓൾ ഡൗൺ. GG, വെൽ പ്ലേഡ്. തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ KV വേഴ്സസ് MRC ഡേവിസ്. ഗ്രൂപ്പ് സ്ട്രീറ്റ് ആയിരിക്കും. അത് ചെല്ല് കക്കാശി ചെല്ല്. എടാ വന്നോട്ടെ. റിവഞ്ച് ഫൈറ്റ് ശ്രദ്ധിച്ചു കേൾക്കും. നിങ്ങൾ ആദ്യം ഫയർ ചെയ്യണ്ട. തക്കത്തിന് വന്നിരിക്കുമ്പോ വെച്ച് കാച്ചിക്കോ. ആദ്യം ഫയർ ചെയ്യണ്ട. അവന്മാർ വന്നിരുന്നോട്ടെ. അവന്മാർ അപ്പോസിഷൻ വന്നിരുന്നോട്ടെ. രണ്ടുപേരും കൂടി ഒരാളെ മാർക്ക് ചെയ്തിട്ടേ ഞെക്കി പിടിച്ചോ. സോണ് മാറിയേ. ഡ്രാഗണും മൊയിലും ഇപ്പൊ ഇറങ്ങരുത്. ബാക്കി അൾട്രോണെ കക്കാശിയുടെ വേഗം വാ. അൾട്രോൺ കക്കാശി വേഗം വാ. അൾട്രോൺ ഈ ബിൽഡിംഗ് പിടിക്കുക. വേഗം അൾട്രോണെ സമയമില്ല. വേഗം എല്ലാം ക്വിക്കായിട്ട് പെട്ടെന്ന് വേഗം. എടാ ലെഗസി ഇറങ്ങി ഇവിടെ കളിക്ക്. കക്കാശി നീ ഈ ഒരു സൈഡ് കളിക്ക്. വേഗം ആ ബിൽഡിംഗ് ഇറങ്ങിക്കോ. ഹോക്കി സ്പൈഡി റിവഞ്ച് ഒഴിച്ചിട്ട് ഡ്രൈക്കണം ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ റെഡി ആയിക്കോ. ഞാൻ വേറൊരു റോള് പറയട്ടെ. മൊയിലുവിന്റെ ബിൽഡിംഗ് ഇപ്പൊ അവർ കയറിയാലും നമുക്ക് വലിയ സീനില്ല. മൊയിലുവിന്റെയും ഡ്രാഗന്റെ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി. വേഗം ഇറങ്ങ്. സമയമില്ല. പെട്ടെന്ന്. ഓക്കേടാ. നൈസ്. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങ്. മൊയിലു ഡ്രാഗ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി. വേഗം ഇറങ്ങ്. വണ്ടി എടുത്ത് വേഗം ഇങ്ങോട്ട് വാ. ഈ മാർക്കിലോട്ട് വാ. വേഗം വാ. ടൈം കൊടുക്കാനില്ല. ഇവിടെ ടൈമാണ് ഇമ്പോർട്ടന്റ്. പെട്ടെന്ന് വാ. ഓക്കെ റിവഞ്ച് ചെയ്താ ഇവിടെ കേട്ടോ. ഇവിടെ ആളെ ഇവിടെ ആളുണ്ട്. അടിച്ചോണേ. കക്കാശി നിന്റെ ആ പാനിക് ഹോളിന്റെ അതായത് ഇവരെല്ലാരും ഇറങ്ങി ഓടി വരുന്നുണ്ടോ? അതൊന്ന് ശ്രദ്ധിക്കും. എടാ സോണ ഔട്ടിന്ന് അടിക്കല്ലേ. നോക്കി കളിക്ക്. കില്ലിന് വേണ്ടി പോകരുത്. പറയുന്നേക്ക് കില്ലിന് വേണ്ടി പോകരുത്. മര്യാദക്ക് കളിക്ക്. ഓക്കെ കേറി വന്നോട്ടെ. മൊയില് കേറി വന്നോട്ടെ. നോക്കി കളിക്കും. ഇവിടെ ഓപ്പൺ ചെയ്യിക്കില്ല. അവിടെ ഒന്ന് ശ്രദ്ധിച്ചു കളിക്കും. സ്പൈഡി ഇവിടെ അല്ലേ. ഇവിടെ ആളുണ്ട്. ഇതിന്റെ മേലിൽ ആളുണ്ട്. ഒന്ന് കോള് പറഞ്ഞോട്ടെ. ഇവിടെ ആളുണ്ട്. അത് ഒരാളല്ലേ മൊയിലു. എടാ ഒന്ന് റേഡിയോ ഒന്ന് സൈലന്റ് ആവണം. ഇവിടെ ആളുണ്ട്. ഒന്ന് നിങ്ങൾ സൈലന്റ് ആവും. ഇത് എന്താണിത്? ഓക്കെ നൈസ്. ഓക്കെ വരട്ടെ. കേറി വരട്ടെ. കില്ലിന് വേണ്ടി പോകരുത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ടർഫ് കളിക്കത്തില്ല അങ്ങനെ പോണവന്മാര്. എവിടെ അടുത്തെവിടാ? ആരും ഡൗൺ ആവരുതേ. ദാണ്ട്രാ അടിക്കടാ. പണ്ടി വിടറാ. അടിക്ക്. അവൻ ഡൗൺ ആവും. അടിക്കടാ. കുഴപ്പമില്ല. അവരെ നോക്കണ്ട. ബാക്കി മാർക്ക് നോക്ക്. ഇതാരാ സോൺ വിട്ടില്ല. കയറുക. അകത്തോട്ട് കയറുക. മൊയിലുവിന്റെ സൈഡ് ഇപ്പൊ കയറി വരും. നൈസ്. അടുത്ത ആള് കക്കാശി അടിക്ക്. ഇതാ ഇവിടെ അടിക്കടാ. അടുത്ത ആള് അടിക്ക്. അത്രേ ഉള്ളു. ജി നൈസ്. കൊളക്കാനൊന്നും നിക്കില്ല.
ഇതിന്റെ സൗണ്ട് അവര് സോണി കേട്ടായിരുന്നു പാവം. എന്താ അവൻ അങ്ങനെ വരുന്നത്? അല്ലല്ല ആരും അറിയാതെ കേറാതെ എന്തോ പറയാമെന്ന അളിയെന്ന അതവർക്ക് അറിയാം. ആകെ ഒരാളല്ലേ കില്ലെടുത്തു. ആള് ലൈവ് ഇല്ലെങ്കിലും അവർക്ക് അറിയത്തില്ല. എടാ ഇത് കില്ല് എഫക്റ്റാ. ഈ സായിപ്പ് ഇങ്ങനെ പറയുന്ന കില്ല് എഫക്റ്റ് ആണ്, അല്ലാതെ നമ്മള് സിറ്റി നിന്റെ പാനിക് ഉണ്ട്. അതാ ഇവരെല്ലാരും ഇറങ്ങി ഓടി വരുന്നത്.